ഹായ് ഗായ്സ്, ഭഗവത് കിട്ടോ ഗെയിമിംഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗെയിമിൻ്റെ പേര് ഇന്ത്യൻ GTA 6 എന്നാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിന് മസ്റ്റാങ്ങിൻ്റെ ഒരു ഇൻ്റർഫേസാണ് വന്നേക്കുന്നത്. എൻ്റെ ഇത് മസ്റ്റാങ് ഒന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്. കണ്ട ഇതാണ് നമ്മുടെ വീട്. കാണിച്ചാൽ നമ്മുടെ ടി വി ഓൺ ആക്കാം. ടി വി ഒക്കെ ഉണ്ട്, അതേ കൂടെ ഓൺ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ വഴി പോവാം. താഴെ നമ്മുടെ താറും താഴെ ഉണ്ട്. താറ് മഹീന്ദ്ര താറും താഴെ ഉണ്ട്. താറൊക്കെ എവിടെയാണ് താറ്? ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട് താറ്. ഇവിടെ എവിടെയായിട്ടുണ്ട് നമ്മുടെ താറോടെ ഉണ്ട്. മഹീന്ദ്ര താറും പട്ടി. ഈ പട്ടിനെ ആരോടെ കൊണ്ട് കളഞ്ഞില്ലേ? ഈ പട്ടിനെ ആരോടെ കൊണ്ട് കളഞ്ഞേ? എടുക്കാൻ ഓപ്ഷനൊക്കെ ഉണ്ടല്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. 10K ലൈക്കാണ് ഉദ്ദേശിക്കണത്. താറ് നമുക്ക് എടുക്കണ്ട താറ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഭാഗം. ഹെലിപ്പാഡൊക്കെ ഉണ്ട് മുകളിൽ കാണിച്ചാൽ. ഹെലിപ്പാഡ് ഇതാണ് നമ്മുടെ ഇത്. ഈ ജിമ്മും ഗെയിമിങ് ഒക്കെ അവിടെ ഉണ്ട്. വീടിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ വീട് നല്ലൊരു വീടാണ്. ഹെലിപ്പാഡ് നമുക്കിപ്പോൾ താഴത്തോട്ട് പോവാം. അവിടെ ഒരു വണ്ടി ഉണ്ടോ? ലോറി. ഇതൊക്കെ നമുക്ക് നൈസായിട്ട് എടുക്കാം. നമുക്കൊരു വീടുണ്ട് ഇവിടെ അടുത്ത്, ഒരു പ്രേത വീട്. അത് പോകണം നമുക്ക് കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ വന്നിട്ട്. ഇത് ഗ്യാരേജ്. ഇവിടെ ഗ്യാരേജിന് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഗ്യാരേജിൽ കൂടെ അകത്തോട്ട് കയറാം. തുറന്നുണ്ട്. ഇതാണ് നമ്മുടെ വീട്. കണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ ഫാന്, വീട്, നമ്മുടെ ലാപ്ടോപ്പ്, മോണിറ്റർ, കീബോർഡ്, ഫോട്ടോസ്, പിന്നെ തുറന്നിട്ടുണ്ട്. നടന്നു കൂടെ. പിന്നെ നമ്മുടെ ടോയ്ലറ്റ് എന്തോ കിച്ചൺ. പിന്നെ നമ്മുടെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലോട്ട് കൊണ്ടുവരും. സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഉണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. നമുക്കൊന്ന് കുളിക്കാം. നമ്മുടെ സ്വിമ്മിംഗ് പൂള് മുന്നിലുണ്ട്. പോയി കുളിക്കാം. ഇതാണ് നമ്മൾ കുളിച്ചിട്ടുണ്ട്. നീന്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്നിട്ടൊന്ന് കയറി പോകണം. നമുക്ക് പുതിയൊരു വണ്ടി എടുത്താലോ? അതും ക്രെറ്റ തന്നെ എടുക്കാം. ക്രെറ്റ അല്ലെങ്കിൽ നിഞ്ച അല്ലെങ്കിൽ ഡ്യൂക്ക് എടുക്കാം. നിർത്തിയിട്ടുണ്ട് ചേട്ടാ. ഓർമ്മ ഈ ബൈക്കാണ് നല്ല ശരി. ഷിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഷിഫ്റ്റ് നമ്മുടെ ഷിഫ്റ്റ് ഇവിടെ ഉണ്ട്. ഷിഫ്റ്റ് അവിടെ പോണ. പിന്നെ കുറേ ലക്ഷറി അപ്പാർട്ട്മെൻറ്റും വീടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഷോറൂമിലേക്കാണ് പോകുന്നത്. മാപ്പിനെ കാണിക്കുന്നത് ഷോറൂം അടുത്താണ്. ഷോറൂം അടുത്താണ്. നമുക്കൊരു ക്രെറ്റ എടുക്കേണ്ടത്. ഈ ക്രെറ്റ ഉണ്ടായി. ക്രെറ്റ നമുക്ക് എടുക്കേണ്ടത്. ഇത് ഫോർച്യൂണറാണ്. ഇത് റെയർ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ പോയിട്ടുണ്ടോ ചേഞ്ച് ചെയ്യാം. ഇവിടെ നിഞ്ച H2, ഹയാബൂസ, ഡ്യൂക്ക്, RC, സ്പ്ലെൻഡർ,
പിന്നെ ഇതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് പൾസറാണ്. ബുള്ളറ്റ് നമ്മുടെ നേരത്തുള്ള ആ ഒരു ബൈക്കാണിത്. പിന്നെ BMW, പോർഷെ, സ്കോർപിയോ, ഫോർച്യൂണർ, സെയിം ഫോർച്യൂണർ തന്നെയാണ് ഇത്. ശരി കളറിനെ കുറിച്ച്. പിന്നെ ബുലേറോ, താറ്, റൂഫില്ലാത്ത താറ്, പിന്നെ ഇതിൻ്റെ പേര്. പിന്നെ ക്രെറ്റ. നമുക്കിതാണ് എടുക്കേണ്ടത്. പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലാണ് വണ്ടി വരുന്നത്. ഒരു കാണിച്ച് എന്തായാലും വന്നാൽ ഈ വണ്ടി എടുത്തിട്ട് പോകാം ബാക്കിലോട്ട്. അവിടെ അതുകൊണ്ട് നമ്മുടെ ക്രെറ്റ ഇരിക്കുന്ന ഇറങ്ങാം. നമുക്ക് ഇവിടെ ഇറക്കാൻ കഴിയുമ്പോൾ അതാണ് നമ്മുടെ ക്രെറ്റയുടെ വീട്. നമുക്ക് പെയിൻറ്റ് ചെയ്യണം. അമ്മേ വീണ്ടും ഇത് ലാഗുണ്ട്. നെറ്റ് ഓഫ് ആയിട്ടാണ് അതുകൊണ്ട് ലാഗുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ആക്ച്വലി ലാഗൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ വീട്. നമ്മളൊരു വീടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുമ്പ്, അത് ആ വീട് ആ ഭാഗത്ത് അവിടെ അപ്പുറത്തോട്ട് അവിടെ പുലി ഉണ്ടെന്നുള്ള കാര്യമാണ് അറിഞ്ഞിരുന്നത്. അവിടെ സിംഹമുണ്ടെന്ന് അറിയുന്നുണ്ട്. സിംഹത്തിൻ്റെ അടുത്ത് പെടാണ്ട്. ഇന്ത്യൻ ചെയ്ത് പഞ്ചാബാണ് സ്ഥലം, വേറൊന്നുമല്ല. പഞ്ചാബിലൂടെ കണ്ടത്, പഞ്ചാബിലൂടെ പാട്ടിലൂടെ സിംഹം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ അങ്ങനെയാണോ? മറ്റേ ഈ വണ്ടിയൊക്കെ മറ്റോളം വർക്ക് ചെയ്യും. നമ്മൾ നേരെ പോയിട്ട് ഈ ഒരു ഗെയിം വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇന്ത്യൻ GTA 6 അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം ക്രെറ്റ ഇതൊരു അബാൻഡനായിട്ടൊരു വീടാണ്. പണ്ട് നമ്മുടെ വീടായിരുന്നു ഇത്, കഴിഞ്ഞ അപ്ഡേറ്റിൽ. ഇതിപ്പോൾ നമ്മുടെ വീടല്ല. വീടുണ്ടോ കത്തിക്കരിഞ്ഞില്ല, ഒന്നുമില്ല, ഗ്ലാസ് ഒന്നുമില്ല. ഇവിടെ പുലിനെ കാണണമെങ്കിൽ സിംഹത്തിനെ കാണാൻ പറ്റുമോ? ഇതിനകത്ത് സിംഹമില്ലേ? ഇനി പുലി എന്തെങ്കിലും ഇറങ്ങും. എടുത്തിട്ട് ഡോർ ഓപ്പൺ ആയതുകൊണ്ടേ പുലി ഇത് വഴിയെങ്കിലും വരും. ഇവിടെ നമ്മുടെ ഇത് കിച്ചണാണ്, കിച്ചൻ്റെ സൈഡാണ്. ഇവിടെ നമുക്ക് നൈസായിട്ടൊന്ന് പോയി നോക്കാം. വേണമെങ്കിൽ എന്തൊക്കെയൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പോലീസുകാരൊക്കെ വരുമ്പോൾ ഒളിച്ചിരിക്കാൻ പറ്റും. പോലീസുകാരെ തിരിച്ചടിക്കാൻ പറ്റും. എൻ്റെ മുകളിൽ കയറി പോലീസുകാരെ മേളിലേക്ക് വരില്ല, നമ്മുടെ ആ വീടിൻ്റെ മേളിലേക്കും വരില്ല. അതങ്ങനെയാണ്. പിന്നെ ഇന്ത്യൻ ഡ്രൈവിംഗ് 3Dയുടെ കാര്യം, ആ ഗെയിമിൽ അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് കേട്ടോ. പക്ഷേ അപ്ഡേറ്റ് എന്താണെന്ന് കണ്ടിട്ടില്ല. ആകെ ഒരു ബ്ലോഗ്സ് പോലത്തെ സംഭവം. മെക്ലെയറിൻ അങ്ങോട്ട് വരുന്നു വന്നിട്ട് ഇന്ത്യൻ ഡ്രൈവ് 3Dയിൽ മെക്ലെയറിൻ വന്നിട്ടില്ല. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവ് 3Dയിൽ അത് വന്നിട്ടില്ല, ഒരു സാധനം വന്നിട്ടില്ല. ലംബോർഗിനി ഉണ്ടെന്ന് തോന്നുന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ചാടി വേണമെങ്കിൽ താഴത്തോട്ട് പോവാം. അവിടെ നമ്മളെ വണ്ടി അടപ്പെടല്ലേ, ഈ വണ്ടി എടുത്ത് നമുക്ക് പോവാം. ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്രയ്ക്ക് പക്ക റേസ് കാറിൻ്റെ ഇന്ത്യയിലുള്ള മറ്റേ ഇതുണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ സംഭവം ഉണ്ടാവും. റേസ് കാർ എന്തോ ഒരു ഇവിടെ ആയിട്ടാണ് പുലിനെ കണ്ടെന്ന് പറഞ്ഞു കുറേ പേര് പറയുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തായിട്ട് പുലിനെ കണ്ടു. പുലിൻ്റെ അകത്തുണ്ടാവും. നമ്മൾ നമുക്ക് തിരഞ്ഞു നോക്കുന്നുണ്ട് പുലിനെ. കുക്കാട്ടോടെ നമുക്ക് പോണത്. കുക്കാടിനാണ് സാധനമുള്ള നേട്ടം. ഇത് നമ്മളീ പോണ സ്ഥലം മൊത്തം പുലിയുടെ തന്നെയാണ്. വേണമെങ്കിൽ ഈ ഭാഗത്തൊക്കെ പോവാം. ഇവിടെ നോക്കുകയാണെങ്കിൽ സാധാരണ പോലെ തന്നെയാണ് പുലിനെ കാണാനില്ല. എന്നുവെച്ചാൽ പുലിനെ നമ്മൾ കൊന്നല്ല, കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. കഴിഞ്ഞ ചെയ്യുന്നതിന് മുമ്പ് പുലിനെ കൊന്നിട്ടുണ്ടായിരുന്നു. അയ്യോ അത് കത്തിച്ചേട്ടാ, സോറി കേട്ടോ.
ലാഗ് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഫ്ലാറ്റും ബിൽഡിംഗ് ആൾക്കാരെ വേണ്ടിയിട്ട് പോലീസുകാര് 5 സ്റ്റാർ അടിച്ച് വരും. 5 സ്റ്റാർ അടിച്ചിങ്ങനെ വരും. എന്നിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്തിട്ട് പോകും. ഇത് കറക്റ്റ് 2 കിലോമീറ്റർ മുകളിൽ അറസ്റ്റ് ചെയ്ത് പോകാനുള്ള ഇതാവും. ഇവിടുത്തെ പോലീസുകാർ കുറച്ച് കൂടുതലാണ്. ഇവന്മാരുടെ നിർത്താൻ സമയമായി. നോക്കോ എവിടെ അകത്തോട്ട് കയറാൻ എന്താ വഴി? അകത്തോട്ട് കയറാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഈ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാം. എന്താന്നല്ല ചെയ്യാൻ പോകുന്നത് പറഞ്ഞുതരാം. ഈ വഴി പോവുക. ഈ വഴി നല്ല സ്പീഡ് പോവും. ഇവിടെ നിന്ന് കുറേ പോകണം. ഈ വഴിയൊക്കെ പോകണം. ഈ വഴി കയറിയിട്ട് വേണം. ഈ വഴി പോയിട്ട് 1 കിലോമീറ്റർ പോകണം. 1 കിലോമീറ്റർ അടുത്തവിടെയായിരുന്നു സ്ഥലം കാണാം. ഇതല്ല ലൊക്കേഷൻ നോക്കാം. അവിടെ അടുത്താണ് കേസ് ലൊക്കേഷൻ. മോൾ ലൊക്കേഷൻ ഇതായിട്ട് മറ്റേ GTA മറ്റേ സെറ്റ് പോയി എത്താറായില്ല. സ്ഥലത്ത് എത്താറായി. 1/2 കിലോമീറ്റർ. നല്ലതാണ്. നമ്മുടെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ പറ്റും. നോക്കുകയും ചെയ്യാം. ഇതോ ക്യാൻസൽ ചെയ്യാം, കയറ്റാം. അല്ലെങ്കിൽ വീണ്ടും പുറകെ ഒരു എന്ത് കളർ കൊടുക്കണം ഗൈസ്? നമുക്കിവിടെ പോയിട്ട് റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. വൈറ്റ് എന്താ പോലെ കണ്ടിട്ട് ഈ ഒരു കളർ കൊടുക്കണം. ബ്ലൂ കൊടുക്കാം. ബ്ലൂ ഒന്നും കൊടുത്തിട്ടില്ല വണ്ടിക്ക്. ഇതിന് ബ്ലാക്ക് കൊടുത്തേക്കാം. പിന്നെന്താ ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടയർ ഇത് ഇതല്ല. പിന്നെ ഓണുണ്ട്. ഇതാണ് നമ്മുടെ ഓണം. ഈ ഓണം കിട്ടില്ലല്ലേ? നമുക്ക് ഈ ടയർ തന്നെ ഇടാം. താഴല്ല ഇവിടെ പോയിട്ട് ഇവിടെ അല്ല. ഇത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ അല്ലല്ലോ. ഓപ്പൺ ചെയ്യാം. നമ്മളെ സ്റ്റിക്കർ ഉണ്ടാകുന്നില്ല. ഇതല്ല ഇതാക്കി. ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലേ? ഞാൻ അറിഞ്ഞില്ല. ഫയർ സ്മോക്ക് ഇത് തന്നെയാണ്. ഇത് നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ട്. ഇതന്നെ ഇവിടെ എന്തായാലും നമ്മൾ എന്തായാലും ഇവിടെ സ്റ്റിക്കർ ചെയ്യാൻ പറ്റിയിരുന്നല്ലേ? ഞാൻ വെറുതെ സൈഡിലും ചെയ്യായിരുന്നല്ലേ? ഇത് മതി. ഈ സ്റ്റിക്കർ മതി. ഇവിടെ പിന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വേണ്ട പുതിയപ്പെട്ട ഒന്ന് ബുള്ളിൻ്റെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. നമുക്കിതൊന്ന് എടുത്തേക്കാം. കിടി തന്നെ ഗൈസ്. റോക്കറ്റ് വരെ പോകും. ഇപ്പോൾ മനസ്സിലായിട്ടെ. റോക്കറ്റ് പോലെ പോകും. പിന്നെ ഒരു കാര്യമില്ല. നമ്മുടെ വണ്ടി ഇതാണ്. ഒരു ക്രെറ്റയാണ്. ഉണ്ടായി ക്രെറ്റ പോലെ ജിക്കും. പോയി ഇനി അവന്മാർക്ക് ഇറങ്ങാനുള്ള ടൈം അല്ലേ? അവന്മാരെ ഇറങ്ങി. സാറേ ഇടിക്കില്ല സാറേ ഞാൻ പാവം കേട്ടോ. സാറിന് എന്നെ അറിയണമല്ലേ?
സാറിനെ പിടിക്കാൻ പറ്റൂല. സാറേ സാറേ എടാ പോടാ കുണ്ടച്ചി മോനെ. ഇവൻ കുറെ നേരെ ഇവിടെ നോക്കിട്ട് എല്ലാത്തിനും അടിച്ചിടും. എല്ലാത്തിനും അടിച്ചിടും. ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടില്ല. എല്ലാത്തിനും അടിച്ചിടും. ഈ വഴികൂടെ പോണ മൊത്തം കൂടെ ഞാൻ ഒറ്റയടി അടിച്ചത് മനസ്സിലട്ടെ. സാറേ ആഹോ പൊട്ടി 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 ഇതൊക്കെ തന്നെ ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് അടിക്കണം. സാറിൻ്റെ സാറാണോ സാറാണത് സാറാണോ ഈ വണ്ടി പൊട്ടിച്ചാ നേരം. വണ്ടി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പോവാം. നിൽക്കണ്ടാവില്ല പണി കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് ദ്വീപിലോട്ടാണ് സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത്. ഇത് ദ്വീപായിലോട്ടാണ് നമ്മൾ പോണത്. സാറുമാരത് അടി അടിക്കുന്നേ. പക്ഷെ എനിക്കങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് അടിക്കാൻ സാറേ. സാറേ പോണ്ടാ. ഈ സാറുമാരെ കൊണ്ട് എറിഞ്ഞിട്ടുണ്ടാവില്ല. അവനെ അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. ഈ എറിഞ്ഞൊന്നുമില്ല ഉണ്ടാക്കിയിട്ടുണ്ട്. സാറിന് തന്നെ അറിഞ്ഞൂടാ സാറേ. ഞാനേ ഒരടുത്തുള്ള ഗ്യാങ്സ്റ്ററാണ്. എന്നെ കണ്ടു കഴിഞ്ഞ സാറിന് എന്തായാലും കഴിയിട്ടില്ല. സാറെന്തായാലും ചാവും. അതാണ് എനിക്കും വേണ്ടത്. സാറുമാരെന്തായാലും ചാവണം. അങ്ങനെ സാറുമാർ ചാവണം. ഒക്കെ ചാവണം. സാറുമാരുടെ ഗ്യാങ്സ്റ്റർ കളയണം. വണ്ടിയാണെങ്കിൽ പുകഞ്ഞു തുടങ്ങിയിട്ടാ. ഈ വണ്ടിക്കാണെങ്കിൽ പുകഞ്ഞു തുടങ്ങി വണ്ടി. പോയിട്ടുണ്ട്. നമ്മളടുത്ത ദ്വീപിലോട്ടാണ്. ദ്വീപ് അവിടെ തിരിഞ്ഞ് കുറച്ച് പോവാം. അവിടെ അകത്ത് നല്ല ഗ്രാമങ്ങൾ കാണാൻ പറ്റും. ആ ഭാഗത്ത് പോകുമ്പോൾ ഇവിടുന്ന് 10-20 കിലോമീറ്റർ ഉണ്ടാവും. അവിടെ താറായിട്ട് നമ്മളെ മുന്നിൽ കാണാൻ ഗ്രാമങ്ങൾ. ഈ വണ്ടീന് ഉപയോഗിക്കാൻ പറ്റില്ല. വണ്ടി പുകഞ്ഞ് കാണിക്കില്ല. ഉള്ളി കണ്ടോ വണ്ടിയാണ് നന്നായിട്ട് പുകഞ്ഞ്. വണ്ടിയുടെ ബ്രേക്ക് വരെ പോയി എടുക്കാനും പറ്റും ഓടിക്കാനും പറ്റും. ഒന്നിനും കാണിക്കാൻ പറ്റില്ല. എൻ്റെ പോർച്ച് എടുത്തടിച്ചാൽ മതിയല്ലേ. വെറുതെ വണ്ടിയുടെ പാർക്ക് കിട്ടില്ല. വണ്ടിയുടെ കിടക്കട്ടെ. ഒരാവശ്യം വന്നപ്പോൾ എടുത്ത് കിട്ടി. ആവശ്യം വന്നപ്പോൾ അത് കളയുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ആഷ് എടുക്കാം. 900 അടിക്കാം കേട്ടോ. 5 സ്റ്റാർ വേണ്ടല്ലോ തോന്നിട്ടുണ്ട്. നമുക്കിവിടുന്ന് പോവാം നൈസായിട്ട്. നീ പോലീസുകാർ ഇങ്ങോട്ട് വരും. കാര്യം ചെയ്യാം. 3 എടുക്കാം. 3-1 എടുക്കാം. ഇവിടുന്ന് നൈസായിട്ട് പോകും. ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. ഷിഫ്റ്റ് എടുത്ത് നമുക്കിവിടുന്ന് കൂടാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ പണിയാവുക. നമുക്ക് വലിയ പണിയാവും. നമ്മളിപ്പോൾ ഈ വണ്ടി മാത്രമല്ല പൊട്ടിത്തെറിച്ച്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ വണ്ടിയും പൊട്ടിയിട്ട് നമ്മൾ കത്തിക്കണം കിട്ടുകയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 900 നമ്മുടെ എല്ലാ വണ്ടിയും ബ്ലാസ്റ്റ് ആകും. ഒന്നും ബ്ലാസ്റ്റ് ആകും. നമ്മുടെ ടെക്നോളജിയാണ് അത്. ഇതിനകത്തുള്ള ടെക്നോളജി മറ്റേ ഇന്ത്യൻ ഇത്രയും രീതിയിൽ അത് ഉണ്ടാവും. അതുണ്ടാവില്ല. നമുക്കെന്തായാലും ലോറി മരങ്ങൾ തടഞ്ഞ രീതിയിൽ ലോറങ്ങൾ കൊടുക്കണം.
നിർത്തടാ, ഇറങ്ങി. ചേട്ടാ എനിക്ക് ഈ വണ്ടി വേണം. ചേട്ടൻ തന്നെ തരാൻ പറ്റുമോ? ഓട് ഓട്. ഈ വെറുതെ ആ വണ്ടി തന്നെ നടക്കുന്ന നോക്കി. നമ്മൾ മേലെ ഇടുന്നിട്ടുണ്ട്. ആ വണ്ടി മേലെ ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ട്. നീ ഒരു ദിവസം ബ്ലോക്ക് ആയി കിടക്കുന്നു. ആ വണ്ടി ഒരു ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സ്പീഡിൽ പോവാം. ഇവരെല്ലാത്തിനും കേൾക്കാൻ മൊത്തം ഇത് നമ്മളെ വണ്ടിയാണ്. ഇതാണ് നമ്മളെ വണ്ടി. പോകാൻ പറ്റും. ഇതാണ് നമ്മുടെ പ്രേതാലയം എന്ന് പറയുന്നത്. ഇവിടെ രാത്രി സിംഹത്തിനെ കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ ഇവിടെ ഒന്നും നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇപ്പം നേരത്തെ നമുക്ക് വന്നിരുന്നു, നോക്കിയിട്ടൊന്നും കാണില്ല. ഡോണ്ട കേസ് നമ്മളെ വണ്ടിയുടെ സൈഡിലല്ല, വീടിൻ്റെ സൈഡിൽ. ബാക്കെടുക്കട്ടെ. സിംഹത്തിനെ കണ്ടോ? കണ്ടോ 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 ഇഷ്ടം. ഡോണ്ട കേസ് മുന്നിൽ വണ്ടിയുടെ മുന്നിലുണ്ടോ? വേണ്ട ചേട്ടാ. സിംഗം ഓണടിച്ചു പോകാം. അതേ ഇങ്ങോട്ട് വന്നു എന്താട്ടാ. വേണ്ട സിംഗത്തിനാണ്ടോ? സിംഗം തുടങ്ങിയല്ല, ഇടിച്ചിട്ട് കമക്കിട്ട് തന്നെ വനങ്ങോട്ട് അതങ്ങോട്ട് പോ. പെട്ടെന്നാ പോണ് തിരിച്ച് വരും. വീട്ടിലേക്ക് നൈസായിട്ട് പോവാം. പിന്നെ പണി 18 അടവും ഇതാക്കേണ്ടി വരും. നമ്മുടെ വീട് ഹെലികോപ്റ്ററൊക്കെ നിർത്തിയിട്ടുണ്ട്. അതൊന്നും തിരിച്ചിട്ട് ഒറ്റയടിക്ക് നമ്മുടെ വണ്ടി. ഇവിടെ നിർത്താം. നമുക്ക് ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ വരുന്നവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യട്ടെ.